JK സംവിധാനം ചെയ്ത ഗിർ മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതായത് സ്പെഷ്യൽ ഷോ കാണാനായിട്ടാണ് പോയത്. പക്ഷേ ലൈസൻസിന്റെ ഒക്കെ ഇഷ്യൂ വന്നു. അങ്ങനെ 1 മണിക്കൂറോളം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സിനിമ കാണില്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാനൊക്കെ പലരും നോക്കി, പക്ഷെ വിട്ടുകൊടുത്തില്ല. കാണാൻ അത്രമാത്രം ആഗ്രഹത്തോടെ തിയേറ്ററിൽ പോയതാണ്. അതിന് കാരണം ഏറ്റവും ഒടുവിൽ പറയാം. പക്ഷെ JK സംവിധാനത്തിൽ വന്ന ഈ മൂവിയുടെ ഒരുപാട് പ്രത്യേകതകൾ ആദ്യം പറയണം. ആദ്യം നിങ്ങൾ പോയി ഈ സിനിമ കാണണം. ഈ സിനിമയെ ഒരു തരത്തിലും മോശം പറയാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. വാവ് പറയാനില്ല, മോശ സിനിമ എന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ദർശൻ എന്ന് പറയുന്ന സിംഹം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു സിനിമ. വെക്കേഷൻ ടൈമിലായിരുന്നു ഇത് റിലീസ് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മേലെ ഈ സിനിമയുടെ റീച്ച് പോയേനെ എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. സിനിമയിലേക്ക് വന്നാൽ കുഞ്ചാക്കോ ബോബനും സുരാജ് ഏട്ടനും വളരെ ഗംഭീരമായിട്ട് ഈ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചാക്കോച്ചനാണെങ്കിലും സുരാജ് ഏട്ടൻ കൊണ്ടുപോയി എന്ന് തന്നെ പറയും. സെക്കൻഡ് ഹാഫിൽ ഒരു ട്രാൻസിഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ പോയി കാണണം. കാണുമ്പോൾ മനസ്സിലാവും സുരാജ് ഏട്ടൻ പണ്ട് ചെയ്തിരുന്ന ഒരു കോമഡിയുടെ ലെവലില്ലേ നമ്മുടെ ഉള്ളിലേക്ക് കയറിയ ചില ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിൽ സുരാജേട്ടൻ അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ചിരിച്ചത് സുരാജേട്ടന്റെ ആ കോമഡിക്ക് തന്നെയായിരുന്നു. പിന്നെ ശ്രുതിനെ എടുത്തു പറയണം. ശ്രുതിയുടെ ഇത്രയും നാള് കണ്ട് ആ ഒരു രീതി ആയിരുന്നില്ല. പ്രണയം തുളുമ്പുന്ന കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ശ്രുതിയുടെ ഒരു കോമഡി റോളാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് ഇതിൽ നമുക്ക് കാണാനായത്. ശ്രുതി നന്നായിട്ട് ഇതിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. ചില പാട്ടുകള് ഈ സിനിമയോട് ഇഴുകിച്ചേരുന്ന തരത്തിലായിരുന്നു. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇവരെയാണെന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മളെ ആക്ഷേപഹാസ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ സറ്റയർ ആയിട്ടുള്ള ഒരു കോമഡി അതിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു സിനിമയാണ് ഗിർ മൂവി. ഇതിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച, ഇതെന്തിനാ ഇങ്ങനെ, ഇത് പാടില്ലല്ലോ എന്ന് ചിന്തിപ്പിക്കുന്ന കുറേ രംഗങ്ങളുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ എത്ര വലിയ കൊടി കൊമ്പനാണെങ്കിലും ശരി നമ്മൾ വണ്ടി ഒതുക്കി കൊടുക്കും. ഇവിടെ ആംബുലൻസ് ലൈറ്റ് ഇട്ട് വരുന്ന ആംബുലൻസിനെ നിർത്തിയിട്ട് VIP വണ്ടി കയറ്റി വിടുകയാണ്. ഹോസ്പിറ്റലിൽ നമ്മൾ കാണിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു വിഗ്രഹം നിൽക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നേരെ ഒരു വിശ്വാസത്തിലേക്ക് പോവാണ്, അതുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ ചെയ്യണം. അങ്ങനെയുള്ള നമ്മളെ ചിന്തിപ്പിക്കുന്ന ഇങ്ങനെ പാടില്ലല്ലോ എന്ന് നമ്മളെ ഒന്നുകൂടി ചിന്തിപ്പിക്കുന്ന കുറേ ആക്ഷേപഹാസ്യങ്ങൾ എന്ന് തന്നെ പറയാം, അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ മൊത്തം നമ്മൾ ഔട്ട് ഓഫ് 10 ഒരു 6.57 കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗിർ മൂവി. എല്ലാവരും സിനിമ പോയി കാണണം. ഇനി അവസാനത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ സ്പെഷ്യൽ ഷോ ഞാൻ കാണാൻ പോയതിന് കാരണം ഇതിലൊരു ജേർണലിസ്റ്റ് ആയിട്ട് ഞാനും ചെറിയ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. 1-2 ദിവസത്തെ ഷൂട്ടായിരുന്നു എങ്കിൽ പോലും സിനിമയുടെ ഒരു കഥ കൊണ്ടുപോകുന്ന രീതി അനുസരിച്ച് സിംഹത്തിന്റെ കൂട്ടിലകപ്പെട്ട ഒരു യുവാവ് എന്തിനകപ്പെട്ടു, എങ്ങനെയാണ് അതിനകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങളാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ന്യൂസിന് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ഏരിയയിലാണ് ഞാൻ ഇതിന്റെ ഭാഗമായത്. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് എന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ. ആകെ മൊത്തം ഗിർ മൂവി നിങ്ങൾ പിള്ളേരുമായിട്ട്, ഫാമിലിയായിട്ട് എസ്പെഷ്യലി പോയി കാണണം. അതിനകത്ത് നിങ്ങൾ വലിയ ഫൈറ്റ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. സിംഹവുമായിട്ട് ചാക്കോച്ചന് മൽപ്പിടുത്തമുണ്ടോ, സുരാജേട്ടനെ നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ ഇതിന്റെ പോസ്റ്റേഴ്സിൽ കണ്ടതുപോലെ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, അത്യാവശ്യമുണ്ട്. പക്ഷെ വമ്പൻ രീതിയിലല്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. വാവ് അല്ല, മോശ സിനിമയല്ല, ഫീൽ ഗുഡ് മൂവി, വൺ ടൈം വാച്ചബിൾ മൂവി. ആകെ മൊത്തം ഗിർ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു.